ആരാണ് കൂടപ്പിറപ്പ്? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമ്മുടെ സഹോദരങ്ങൾ, അത് സ്ത്രീയായാലും പുരുഷനായാലും, അവരാണല്ലോ കൂടപ്പിറപ്പ്. അതായത് ഒരു ഗർഭപാത്രത്തിനുള്ളിൽ ജനിക്കുന്നവരെല്ലാം കൂടപ്പിറപ്പ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. അവരല്ല നമ്മുടെ കൂടപ്പിറപ്പ്. അവർ നമ്മളെ കൂടെ ജനിക്കുന്നില്ല. അവർ നമ്മൾ ജനിച്ച ഗർഭപാത്രത്തിൽ ജനിക്കുന്നു. നമ്മുടെ അച്ഛൻ്റെ ബീജം അത് തന്നെയാണ് അവരുടെ. പക്ഷെ ഒന്നിച്ച് ജനിക്കുന്നില്ല എന്നുള്ളതൊരു പരമമായ സത്യമാണ്. കാരണം ഈ കൂടപ്പിറപ്പ് എത്ര നാളെ നമ്മളെ കൂടെ കാണും? ഒന്നുകിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴോ, ഇല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ സമ്പത്ത് അവർക്ക് കൊടുക്കാതിരുന്നാലോ, ഇല്ലെങ്കിൽ അവർക്കൊപ്പം ജീവിക്കാനുള്ള ഒരു നിലവാരം നമുക്ക് ഇല്ലാതെ വന്നാലോ, അവിടെ തീരുന്നതാണ് നമ്മൾ ഈ പറയുന്ന കൂടപ്പിറപ്പിൻ്റെ ബന്ധം. ഈ ബന്ധം അവിടെ തീർന്നു. പക്ഷേ യഥാർത്ഥ കൂടപ്പിറപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ കൂടെ ജനിക്കുന്ന ഒരു കൂടപ്പിറപ്പുണ്ട്. ജനിക്കുമ്പോൾ അവനും ജനിക്കുന്നു. നമ്മളെവിടെ പോയാലും നമ്മളോടൊപ്പം വരുന്നു. നമുക്കൊരു കഷ്ടകാലം വന്നാൽ അവൻ നമ്മളോടൊപ്പം ഉണ്ടാകും. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെയും കാണും. ചിലപ്പോൾ അവിടെയൊന്നും നമ്മുടെ സഹോദര സ്ഥാനീയരാരും ഉണ്ടാകില്ല. നമ്മൾ പട്ടിണിയാണെങ്കിൽ നമ്മളോടൊപ്പം പട്ടിണിയിരിക്കും. നമ്മൾ കുളിച്ചില്ലെങ്കിലോ, നമ്മൾ മറ്റൊരു വിധത്തിൽ നമ്മൾ ദുഃഖിച്ചിരുന്നാലോ, അതിനോടൊപ്പം നമ്മളോടൊപ്പം നിൽക്കുന്നതാണ് നമ്മുടെ കൂടപ്പിറപ്പ്. മരിക്കുമ്പോൾ നമ്മൾ കൂടെ വരണം. അതാണ് കൂടപ്പിറപ്പ്. അതാണ് മരണം. എല്ലാവരും പറയുന്ന ഈ സഹോദര സ്ഥാനീയരല്ല കൂടപ്പിറപ്പെന്ന് പറഞ്ഞാൽ അത് മരണമാണ്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ കൂടൊപ്പമുണ്ട്. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് സന്തോഷത്തിലും, ഏത് സമാധാനത്തിലും നമ്മളോടൊപ്പം വന്ന് മരിക്കുമ്പോൾ നമ്മളോടൊപ്പം കൂട്ടുകൂടി വരുന്നതാണ് കൂടപ്പിറപ്പ്.